ഹൈ ഗേസ്, നമ്മളിപ്പോൾ കഥയുടെ ബാക്കി ഭാഗം കേട്ടു തുടങ്ങാൻ പോവുകയാണ്. കൃഷ്ണ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. കുറച്ച് ദിവസമായിട്ട് അവൾ പോലും അറിയാതെ ശ്രീയുടെ നെഞ്ചും ചുടി ഉറങ്ങിയിരുന്ന കൃഷ്ണയ്ക്ക് അവൻ അരികിലില്ലാതിരുന്നപ്പോൾ എന്തോ വലിയ നഷ്ടം സംഭവിച്ചതുപോലെ തോന്നി. ആ നഷ്ടം തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത് പോലെ തോന്നി, വല്ലാത്ത വിഷമം വരുന്നത് പോലെ തോന്നി. പക്ഷേ അത് ശ്രീയേട്ടൻ അറിയണ്ട എന്നവൾ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിച്ചു. സാധാരണ പോലെ തന്നെ അവനോട് പെരുമാറാൻ മനസ്സിൽ കരുതിയിരുന്നതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ശ്രീ അരികിൽ വന്നപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. രാവിലെ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നതും ശ്രീ നേരെ തൊട്ടടുത്ത് കൃഷ്ണ എവിടെയെന്നാണ് നോക്കിയത്. പക്ഷേ കൃഷ്ണയെ അരികിൽ കാണാഞ്ഞപ്പോഴാണ് താൻ ഇന്നലെ ഇവിടെയാണോ കിടന്നുറങ്ങിയതെന്ന് ആലോചിച്ചത് തന്നെ. അവൻ പെട്ടെന്ന് പേടിച്ചു. അവൻ 4 വശം നോക്കിയപ്പോൾ തന്നെ അവന് മനസ്സിലായി താനിപ്പോൾ കിടന്നുറങ്ങുന്നത് തൻ്റെ ഏറ്റവും മുകളിലുള്ള ബെഡ്റൂമിലാണ് താൻ കിടക്കുന്നതെന്ന്. സത്യം അവന് മനസ്സിലാക്കുന്നപ്പോഴാണ് അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നേരെ കൃഷ്ണയുടെ അരികിലെത്തി. അതോടെ കൃഷ്ണയ്ക്ക് നല്ല സങ്കടം വന്നു. നിറഞ്ഞ കണ്ണുകൾ ശ്രീ കാണാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും ശ്രീ അത് കാണുക തന്നെ ചെയ്തു. ശ്രീ അവളെ ഒന്ന് നോക്കി. അവൻ കണ്ടു നിറഞ്ഞൊഴുകുന്ന അവിടെ കണ്ണുകൾ. അതെന്തിനാണെന്ന് മാത്രം ശ്രീക്ക് മനസ്സിലായില്ല. തന്നെ കളിപ്പിച്ചതിൻ്റെ സങ്കടമോ അതോ തന്നെ കാണാത്തതിൻ്റെ സങ്കടമോ? ഇതിലെന്താണ് അവൾ തന്നെ കണ്ടപ്പോൾ അവിടെ കണ്ണു നിറഞ്ഞതെന്ന് അവൻ തന്നോട് തന്നെ ചോദിച്ചു. തന്നെ കളിപ്പിച്ചതിൻ്റെ കുറ്റബോധമായിരിക്കും. അതോ താൻ ഇന്നലെ രാത്രി അരികിൽ വരാതിരുന്നതിൻ്റെ സങ്കടമോ? രണ്ടായാലും കണ്ണൊന്ന് നിറഞ്ഞ് കണ്ടല്ലോ, അത് മതി, അതുമാത്രം മതി. ശ്രീക്ക് സമാധാനമായി. അവൻ പതുക്കെ അവളെ എഴുന്നേൽപ്പിച്ചു ബാത്റൂമിൽ കൊണ്ടുപോയി. ഇപ്പോൾ പഴയതുപോലെ ബ്ലീഡിംഗ് ഒന്നുമില്ല, അതൊക്കെ തീർന്നിരിക്കുന്നു. അവൾ ബാത്റൂമിലേക്ക് പോയി. എന്തോ അവൾക്കപ്പോൾ കുളിക്കണമെന്ന് തോന്നി. അവൾ ഡോർ തുറന്ന് ശ്രീയോട് തനിക്ക് കുളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശ്രീ ഒരു നിമിഷം അവളെ നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലൊന്നടഞ്ഞു. കൃഷ്ണ പെട്ടെന്ന് നോട്ടം മാറ്റി. എന്തോ കൃഷ്ണയ്ക്ക് വല്ലാത്ത നാണം വന്നു. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരിയും. ശ്രീ അവൾക്ക് വേണ്ടതൊക്കെ എടുത്തു കൊടുത്തു. എന്നിട്ട് ഡോർ അടച്ചിട്ട് പോയി. അവൾ കുളിച്ചിട്ട് വരട്ടെ. ശ്രീക്കുട്ടൻ താഴെ പോയി പല്ല് തേച്ച് അമ്മയിൽ നിന്നും ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ച്. കൃഷ്ണയ്ക്കുള്ള ഭക്ഷണം അപ്പോഴേക്കും റെഡിയായിട്ടില്ല. പാവം അമ്മ ഒറ്റയ്ക്കാണല്ലോ എല്ലാം ഇപ്പോൾ ചെയ്യുന്നത്. അടുക്കളയിൽ കിടന്ന് കൃഷ്ണയ്ക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ അമ്മയെ സഹായിച്ചു. അമ്മ ശ്രീയെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, നീ ഇന്നലെ എവിടെയായിരുന്നു? ആ പെങ്കൊച്ചൊറ്റയ്ക്കാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അതിൻ്റെ രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ അതിൻ്റെ അടുത്ത് ആരുണ്ട്? ശ്രീ മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരി കൊണ്ട് മാത്രം അമ്മയ്ക്ക് തൃപ്തി വന്നില്ല. അമ്മ കടുപ്പിച്ചൊന്ന് നോക്കി മകനെ. എന്നിട്ട് ബാക്കി വന്നത് അച്ഛനിൽ നിന്നാണ് കേട്ടത്. എന്താ, നിങ്ങൾ തമ്മിൽ ഞങ്ങളറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ? അവൻ തിരിഞ്ഞ് അച്ഛനെ ഒന്ന് നോക്കി. എന്നിട്ട് ഒന്നുമില്ല എന്ന മട്ടിൽ സ്വയം തന്നോട് തന്നെ പറഞ്ഞു. ഒന്നുമില്ല അല്ലേ? അവൻ തന്നോട് തന്നെ സ്വയം ചോദിച്ചു. താൻ എന്താണ് അച്ഛനോട് അല്ലെ അമ്മയോട് പറയേണ്ടത്? കൃഷ്ണയ്ക്ക് തന്നെ ഇഷ്ടമല്ലെന്നോ? അതോ കൃഷ്ണ മറ്റൊരാളെ പ്രണയിച്ച് അയാളിൽ നിന്ന് അയാളുടെ കുഞ്ഞിനെ ഗർഭത്തിൽ വഹിച്ചിരുന്നു എന്നും ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ട് അവൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് പോലും തനിക്കറിയില്ലെന്നോ? അതാണോ താൻ പറയേണ്ട മറുപടി? ശ്രീ തന്നോട് തന്നെ ചോദിച്ചു നിശബ്ദനായിട്ട്. ശ്രീ മറുപടിയൊന്നും പറയാതെ കൃഷ്ണയ്ക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് നേരെ മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോയി. ചെല്ലുമ്പോഴേക്കും കൃഷ്ണ കുളിച്ചിട്ട് വന്നു. റൂമിൽ കയറി ശ്രീ അവളെ അടിമുടിയൊന്ന് നോക്കി. തന്നെ ഡ്രസ്സ് ഇട്ടത് കൊണ്ടാവും അവിടെ നനഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒപ്പം മുടി നല്ലവണ്ണം തോർത്തിയിട്ടില്ല. മുടിയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് താഴേക്ക് പതിച്ചു കൊണ്ടിരിക്കുന്നു. ഉടുപ്പ് മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. ശ്രീ ടർക്കി എടുത്ത് മുടി തുടച്ചു കൊടുത്തു. അപ്പോൾ മനഃപൂർവ്വം തന്നെ അവൻ്റെ മുഖം അവിടെ മുഖത്തിനരികിലേക്ക് വന്നു. അവൻ്റെ കണ്ണുകൾ അവിടെ കണ്ണുകളിൽ ഉടക്കി. കൃഷ്ണ പെട്ടെന്ന്
നോട്ടം പിൻവലിച്ചു. അവൾക്കെന്തോ വല്ലായ്ക ഫീൽ ചെയ്തു. ഇതെന്താ പതിവില്ലാതെ ഇങ്ങനെ ഒരു നോട്ടം? പക്ഷേ ആ നോട്ടത്തിലൊരു ചോദ്യം തന്നോടുണ്ട്. ആ ചോദ്യം ഇതായിരുന്നു: ഈ വിവാഹത്തിന് നിന്നെ പ്രേരിപ്പിച്ച ആ ഘടകം, അല്ലെങ്കിൽ നിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നാടകം? വാക്കുകൾ കൊണ്ട് അവൻ അവളോടൊന്നും ചോദിച്ചില്ല. പക്ഷേ എല്ലാം ആ നോട്ടത്തിലുണ്ടായിരുന്നു. അവൾ തന്നോട് തന്നെ ചോദിച്ചു, എന്ത് മറുപടിയാണ് താൻ ശ്രീയേട്ടന് കൊടുക്കേണ്ടത്? ഞാൻ സ്നേഹിച്ചതും ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചതും ആശയോടെ കാത്തിരുന്നതും ശ്രീയേട്ടന് വേണ്ടിയല്ല, പകരം ഇക്കാക്ക് വേണ്ടിയാണെന്നോ? പക്ഷേ ഇപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി പോയെന്നോ? കാത്തിരുന്ന കുഞ്ഞ് നഷ്ടമായി. തങ്ങളുടെ മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നഷ്ടമായി. പക്ഷേ അതൊന്നും ആരോടും പറയാൻ വയ്യ. ഒന്നും പറയാതെ ശ്രീയേട്ടൻ എല്ലാ സത്യങ്ങളും ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു വേള താൻ വിളിക്കുന്ന ദൈവങ്ങൾക്ക് തന്നെക്കാൾ ഇഷ്ടം ശ്രീയേട്ടനായിരുന്നു കാണും. അതുകൊണ്ടാണല്ലോ ശ്രീയേട്ടൻ സത്യങ്ങളെല്ലാം ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ ഇക്ക തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയോ? ഒന്ന് വിളിക്കാറ് പോലുമില്ല, ഒരു മെസ്സേജ് പോലുമില്ല. അതോർത്ത് ഉള്ളം വേദനിക്കുന്നത് അവൾ അറിഞ്ഞു. എന്ത് തിരക്കായാലും തന്നെ വിളിക്കാറുള്ള ഇക്ക ഇപ്പോൾ ഒരു മെസ്സേജ് പോലും തനിക്ക് അയക്കാറില്ല. എന്ത് പറ്റിയെന്നറിയില്ല. ഒന്ന് വിളിക്കാനോ എന്താ കാര്യമെന്ന് തിരക്കാനോ പറ്റിയെന്ന സാഹചര്യമല്ല തനിക്കുള്ളത്. നഷ്ടപ്പെട്ടു പോയ തൻ്റെ കുഞ്ഞിനെ, അല്ല ഇക്കാൻ്റെ കുഞ്ഞിന്, ആ കുഞ്ഞിനെ പറ്റി തിരക്കിയാൽ തേൻ എന്ത് മറുപടി പറയും? ചോദ്യമുണ്ടാകും തീർച്ചയായിട്ടും, കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നുവെന്ന്. അതൊരു ചോദ്യചിഹ്നമായി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് താൻ ഇക്കാനിൽ നിന്നും അകന്നു മാറിപ്പോകുന്നത്. ഒരു വലിയ സത്യം താൻ ഇക്കയിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അത് മൂടിവെച്ച ഒരു വലിയ സത്യമായി തന്നിൽ തന്നെ അവശേഷിക്കുകയാണ്. തനിക്കിനിയും അത് ഇക്കായോട് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാണ് ആ സത്യം ഒന്ന് ഇക്കാനോട് പറയാൻ കഴിയുക? അല്ലെങ്കിൽ ആ സത്യം എങ്ങനെയായിരിക്കും ഇക്ക ഉൾക്കൊള്ളുക? അതോർത്തപ്പോൾ തന്നെ ഉള്ളം മുതൽ പാദം വരെ ഒരു വിറയൽ തന്നെ ബാധിക്കുന്നത് കൃഷ്ണ അറിഞ്ഞു. ഒരു സത്യം മറ്റുള്ളവരെ തകർത്ത് കളയുമെങ്കിൽ അതവർ അറിയാതെ ഇരിക്കുന്നതല്ലേ നല്ലത്. പക്ഷേ എത്ര നല്ല സത്യം മൂടി വയ്ക്കും? എന്നെങ്കിലും ഒരിക്കൽ ആ സത്യം മറനീക്കി പുറത്തു വരില്ലേ? വരും. അതുവരെ കാത്തിരിക്കാം. പക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എത്ര വലുതാണെന്ന് കൃഷ്ണ മറന്നുപോയി. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ബൈ.